മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിക്ക് പോലീസിന്റെ ക്രൂരമായ മാനസിക പീഡനം. പേരൂർക്കട സ്വദേശി ബിന്ദുവിനെയാണ് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് മാനസികമായി പീഡിപ്പിച്ചത്. ഭക്ഷണം പോലും നൽകാതെ വിവസ്ത്രയാക്കി പരിശോധിച്ചുവെന്നാണ് പരാതി. ജോലി ചെയ്തിരുന്ന വീട്ടിലെ 2.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ മാനസിക പീഡനം. പിന്നീട് ജോലി ചെയ്തിരുന്ന വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കിട്ടിയതോടെ ബിന്ദുവിനെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. പോലീസ് പീഡനത്തിനെതിരെ മുഖ്യമന്ത്രി ഓഫീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി അപേക്ഷ വലിച്ചെറിഞ്ഞുവെന്നും പരാതിയിൽ പറയും. 23-ാം തീയതി ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിയും കഴിഞ്ഞ് ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ബൈജു ഒട്ടപ്പാറ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. എന്തെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇത്രയും പെട്ടെന്ന് സ്റ്റേഷൻ കാരണമാണ്. അത് പ്രകാരം ഞാൻ ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ പരാതിക്കാർ മകൾ മറ്റേ ഐസൈഡ് എടുത്തിരിക്കുകയും മാല കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല, അവിടെ വീട്ടിൽ ജോലിക്ക് വന്നത് ബിന്ദു ആണ് മാല എടുത്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ച ശേഷം എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ടാണ്. അപ്പോഴും മേഡം ഒന്ന് വെളിയിൽ നിൽക്കുക എസ് ഐ പറഞ്ഞിട്ടാണ് എസ് ഐ എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ച ശേഷം വെളിയിലിറങ്ങിയ ശേഷം മറ്റുള്ള പോലീസർ അടുത്ത് കൊണ്ടുപോയി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം ചെയ്തു. താങ്ങാവുന്നപ്പുറമായിരിക്കും. ഈ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വി അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് എന്ന് നടന്ന സംഭവമാണ്? ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് എന്താണ്? ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണയിലേക്ക് പോലീസ് കടക്കുകയും ഈ തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിലേക്കൊക്കെ കടന്നു, വിവസ്ത്രയാക്കി മർദ്ദിച്ചു, ആ തരത്തിലേക്കൊക്കെ കടന്നു എന്നുള്ള ആരോപണം അത് ഏത് തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അപർണ, പരാതിക്കാരി കുടപ്പനക്കുന്നിലെ ഒരു വീട്ടിൽ ഓമന ഡാനിയൽ എന്ന അവരുടെ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. അവർ 14-ാം തീയതി മുതൽ, അതായത് ഏപ്രിൽ 14 മുതലാണ് അവർ ആ വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. 14, 16, 13 ദിവസം ആ വീട്ടിൽ ജോലിക്ക് പോയി. 23-ാം തീയതിയാണ് ഇവർ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയ ശേഷം അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പേരുക്കട സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നത്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. ഏപ്രിൽ 23 വൈകിട്ടാണ് അവർക്ക് ഒരു പോലീസിൽ നിന്നൊരു നിർദ്ദേശം വരുന്നത്. നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റേഷനിലേക്ക് വരണം എന്ന ഒരു നിർദ്ദേശം വന്നത്. അതനുസരിച്ച് അവർ സ്റ്റേഷനിലേക്ക് പോയി. ചെല്ലുമ്പോൾ തന്നെ അവരോട് വളരെ മോശമായി 2.5 പവൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ചുകൊണ്ടു, അതായത് ഇവർ ജോലി ചെയ്തത് വീട്ടിൽ നിന്ന് 2.5 പവൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ചുകൊണ്ടു എന്ന പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പരിശോധിക്കൂ എന്ന് പറഞ്ഞ് യൂണിഫോമിലല്ലാത്ത ഒരു പോലീസുകാരനെ കൂട്ടി മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി അസഭ്യം പറഞ്ഞു. അതിനെ തുടർന്ന് അവരെ നീ മോഷ്ടിച്ച മാല എവിടെയടി എന്ന് ചോദിച്ചുകൊണ്ട് അസഭ്യങ്ങൾ വിളിക്കുകയും കൈയുയർത്തി അടിക്കാനോങ്ങി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഭർത്താവിനെ ബന്ധുക്കളെ വിവരം വിളിച്ച് അറിയിക്കാൻ അവർ പോലീസ് സമ്മതിച്ചില്ല. തുടർന്ന് ഇവരുടെ വീട്ടിലേക്ക് നെടുമങ്ങാട് പനവൂരിലെ വീട്ടിലേക്ക് പോലീസ് തന്നെ ഇവരെ കൊണ്ടുപോയി. തിരികെ അവിടെ നിന്ന് വീട് മുഴുവൻ പരിശോധിച്ചിട്ടും ആ സ്വർണ്ണമാല കിട്ടിയില്ല. അതിനിടയിൽ ശരീര പരിശോധന നടത്തി. രാത്രി മുഴുവൻ ഇവരെ സ്റ്റേഷനിലിരുത്തി ഭീഷണിപ്പെടുത്തി. പെൺമക്കളെ കൂടി കേസ് പ്രതിയാകുമെന്ന് പറഞ്ഞ് ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 3 വരെ ഉറങ്ങാൻ അനുവദിക്കാതെ അസഭ്യം വിളിക്കുകയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇവരുടെ പരാതി. ഒടുവിൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഇവരുടെ ഫോൺ അടക്കം തിരിച്ചു നൽകി വീട്ടിലേക്ക് പോകണം, ഇന്നിവിടെ കണ്ടുപോകരുതെന്ന ഭീഷണിയുമായി അവരെ അവിടെ നിന്ന് പോകാൻ അനുവദിച്ചു. അതിനിടെ തന്നെ ഇവരുടെ വീട്ടിൽ ഏത് വീട്ടിൽ നിന്നാണോ മാല കാണാതെ പോയത് അവിടെ തന്നെ നിന്ന് ഈ മാല തിരികെ കിട്ടിയിരുന്നു അവർക്ക്. അങ്ങനെയാണ് ഇവരെ വിട്ടയക്കാൻ തീരുമാനം. അതിൻ്റെ തന്നെ ഒരു അന്വേഷണമില്ലാതെ പോലീസ് ഇവരുടെ പേരിൽ FIR ചാർജ് ചെയ്യുകയും ചെയ്തു. FIR പറയുന്നത് കുടപ്പനക്കുന്ന് വില്ലേജിൽ ചെട്ടിവിളാകം വാർഡിൽ ഈ വീട്ടിലെ NCC റോഡ് ഭഗവതിനുള്ള വീട്ടിൽ ഇവരുടെ പരാതി ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പേരുക്കട പോലീസ് സ്റ്റേഷൻ ക്രൈം പ്രകാരം രജിസ്റ്റർ ചെയ്തു. അതായത് ഈ പരാതി വരുമ്പോൾ തന്നെ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയല്ല ചെയ്തത്. ഒരു വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി, അത് ജോലിക്കാരിയാണ് സംശയം എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ തന്നെ പോലീസ് ആദ്യം FIR ഇട്ടു. അതിനുശേഷം ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി അവരാണ് ഇത് മോഷ്ടിച്ചതെന്ന് സ്ഥാപിക്കാനായിരുന്നു പിന്നെ പോലീസിന്റെ ശ്രമം. കാരണം അവർ നേരത്തെ FIR ചാർജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവരിൽ നിന്ന് മാല കണ്ടെത്തണം. അതിന് കഴിയാതെ വന്നതുകൂടിയാണ്. മാത്രമല്ല ആ വീട്ടിൽ നിന്ന് തന്നെ മാല തിരികെ കിട്ടുകയും ചെയ്തപ്പോഴാണ് അവർ
തടിയൂരാനുള്ള പോലീസിന്റെ ശ്രമം. ഇതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാൻ പോയി. അവിടെ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി കൊടുത്ത പരാതിയിലും മാധ്യമങ്ങളോടുമൊക്കെ പറയുന്നത്. മുഖ്യമന്ത്രി ഓഫീസർ നിഷേധിക്കുന്നു. മെനങ്ങാന്നാണ് അവർ കാണാൻ വന്നത്. അപ്പോൾ തന്നെ തുടർ നടപടിക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ശക്തമായ അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട് എന്നും അവർ പറയുന്നു. തീർത്തും അപലപനീയമായ സംഭവിക്കാൻ പാടാത്ത കാര്യമാണ്. ഇത്തരത്തിലൊരു ദളിത് സ്ത്രീയെ ഈ രീതിയിൽ സ്റ്റേഷനിൽ അവർ കുറ്റം ചെയ്തോ എന്ന് തെളിയുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിൽ അവരെ കുറ്റവാളിയെ ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പോലീസിന്റെ ഈ അന്വേഷണ പ്രഹസനം, അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നത്. പക്ഷേ ഈ സ്ത്രീ മുഖ്യമന്ത്രി ഓഫീസിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അടക്കം ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും ഇത് വലിയൊരു വിഷയമായി മാറിക്കഴിഞ്ഞു. അല്പസമയത്തിനകം KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് വീട്ടിലെത്തി കാണുന്നുണ്ട്. പോലീസിന്റെ വലിയൊരു അനാസ്ഥയും പോലീസ് അതിക്രമങ്ങളുടെ ഒരു തെളിവുമായാണ് പ്രതിപക്ഷമെതിരെ കാണുന്നതെന്ന് വ്യക്തമാണ്. ഏതായാലും ഇതിലെന്ത് നടപടിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് വളരെ പ്രധാനമാണ്. ഈ ഒരു സ്ത്രീക്ക് അവർ സംശയത്തിന്റെ പേരിൽ മാത്രം അവരെ ഇത്തരത്തിൽ ഒരു കുറ്റവാളിയെ ചിത്രീകരിക്കുകയും അവരെ മോഷ്ടാവായി ചിത്രീകരിക്കുകയും ചെയ്തു. അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്വാഭാവികമായി നാട്ടിൽ അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. ഒരു ഗ്രാമീണ മേഖലയാണ്. സ്വാഭാവികമായി അത്തരം ഒരു നാട്ടിൽ ഇങ്ങനൊരു സ്ത്രീയെ പോലീസുകാർ ഈ രീതിയിൽ കുറ്റവാളി നിലയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ സ്റ്റേഷനിൽ ഒരു രാത്രിയും പകലും മുഴുവൻ ഇരുത്തി ചോദ്യം ചെയ്യും. വെറുതെ ചോദ്യം ചെയ്യുകയല്ല, അവരെ അക്ഷരാർത്ഥത്തിൽ മാനസിക പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് അവരുടെ പരാതി ശരിയെങ്കിൽ അതിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അപർണ, കൂടുതൽ വകുപ്പുകളിലേക്ക് ഇത് ഈ പരാതി കൊടുത്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ട സ്ഥിതിക്ക് ആ തരത്തിൽ മറ്റ് ഏതെങ്കിലും കമ്മീഷനുകളടക്കം ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നുണ്ടോ? അവരെ നേരിട്ട് വിളിച്ച് ചോദിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടാകുമോ? പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് അവരുടെ പരാതിയുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഗുരുതരമായ ആരോപണമാണ്. ഒരു ദളിത് സ്ത്രീയെ ഈ രീതിയിൽ ചെയ്യാത്ത കുറ്റത്തിന്, അല്ലെങ്കിൽ അവർ മനസ്സറിയാത്ത കുറ്റത്തിന് അവരെ ഈ രീതിയിൽ കുറ്റവാളിയെന്ന് ചിത്രീകരിച്ച് മുദ്രകുത്തി ചോദ്യം ചെയ്യുകയാണ് സ്റ്റേഷനിൽ ഉണ്ടായതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. 4 പേർക്കെതിരെയാണ് ഇവരുടെ പരാതിയുള്ളത്. ഓമന ഡാനിയേൽ, അവർ ചുറ്റിവിളാകം കുടപ്പനക്കുന്ന് സ്വദേശിയാണ്. അവരുടെ വീട്ടിലാണ് ഇവർ ജോലിക്ക് നിന്നത്. നിഷ, ഈ ഓമന ഡാനിയലിന്റെ മകളുണ്ട്. അവരും ഈ കേസിലെ ഇവരുടെ പരാതിയിൽ പ്രതിസ്ഥാനത്താണ്. പെരുക്കട SHO പ്രസാദ്, SG പ്രസാദ്, മറ്റ് 2 പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരും 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ അവർക്ക് കൃത്യമല്ല, കണ്ടാലറിയാവുന്ന ഉദ്യോഗസ്ഥർ എന്നാണ് ഇതിൽ പറയുന്നത്. ഏതായാലും ഇവർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. കൃത്യമായ അന്വേഷണം ഉണ്ടാകേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവരുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന വിലയിരുത്തൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെയുണ്ട്. എവിടെയോ പോലീസിന് വീഴ്ച സംഭവിച്ചു. കാരണം ഈ FIR ഇടുമ്പോൾ തന്നെ അതിൽ കൃത്യമായ അന്വേഷണം അനിവാര്യമായിരുന്നു. പക്ഷേ അന്വേഷണമില്ലാതെ FIR ഇടുന്നു. ഒരു സ്ത്രീയെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി വീട്ടുകാരോട് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ചോദ്യം ചെയ്യുന്നു. അവരുടെ വീട്ടിൽ പോയി ആരും പരിശോധന നടത്തുന്നു. അവരെ ദേഹപരിശോധന നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിക്കുന്നില്ല. അസഭ്യ വർഷം ചോദിച്ചുകൊണ്ട് പഴയ കാല പോലീസുകാരെ പോലെ ഈ പെരുക്കട സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പെരുമാറിയെന്നത് അതീവ ഗുരുതരമായ ആരോപണമാണ്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഇതിനകം ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതി ഉണ്ടെങ്കിലും അവിടെ നിന്നും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള ഏജൻസികളും വൈകാതെ കേസിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി എടുത്തു കഴിഞ്ഞു. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവ് KP സതീശൻ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അവർക്ക് പിന്തുണയുമായാണ്. സർക്കാരിനെതിരെ കടുത്ത വിമർശനം സ്വാഭാവികമായും അവിടെ ഉയർന്നു വരികയും ചെയ്യും. ഏതായാലും ഇതിലെന്താണ് തുടർ നടപടി, ഇവർക്ക് എങ്ങനെ നീതി കിട്ടുമെന്ന കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി അനിവാര്യമാണ്. കള്ളക്കേസ് അവർക്കെതിരെ കൊടുത്ത ഒരു സംശയത്തിന്റെ പേരിൽ മാത്രം ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ മോഷ്ടക്കുറ്റം ആരോപിച്ച് വീട്ടിൽ എവിടെയോ അലസമായി മറന്നുവെച്ച ഒരു 2.5 പവൻ വരുന്ന സ്വർണത്തിന്റെ പേരിൽ ഒരു സാധാരണക്കാരിയ സ്ത്രീയെ ഈ രീതിയിൽ അപമാനിച്ച ഈ വീട്ടുടമസ്ഥരുണ്ട്. അവർക്കെതിരെയുമൊക്കെ നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.